കണ്ട പഴയ ആ ഒരു നിർമ്മിതി, ആറാം തമ്പുരാൻ, അങ്ങനെ കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. അതുകൂടി നമുക്ക് കാണാം. ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പില്ലേ സെൻറ്ററിൽ. കണ്ടോ എന്ത് പകിടിയാ, 2 കട്ടയുണ്ടല്ലോ അതിൻ്റെ അകത്ത്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ നടുക്കളം വരുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നേ. ഈ തൂണൊക്കെ കണ്ടോ പഴയ ആ ഒരു. ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രേതം പടം ഷൂട്ട് ചെയ്ത ഒരു കുളം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വരിക്കാശ്ശേരി മനയിലാണ്. വരിക്കാശ്ശേരി മനയുടെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ടൈം വരുന്നത് 9 AM to 5:30 PM വരെയാണ് ഇവിടെ ടൈം വരുന്നത്. നമുക്ക് ഇവിടെ വിശാലമായൊരു കാർ പാർക്കിംഗ് ഉണ്ട്. ഇത് കണ്ടോ, വിശാലമായ വലിയൊരു കാർ പാർക്കിംഗ് ആണേ. ബാക്കി നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് കാണാം കേട്ടോ. കേരളത്തിലെ പേര് കേട്ട ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. ഈ ലോകം മുഴുവൻ അവരുടെ ആണെന്നാണ് പറയുന്നത്. സ്ഥലങ്ങൾ ലോകം മുഴുവൻ അതെ അല്ലേ, ഒക്കെ കൈവിട്ട് പോയി. ഇവിടെ തന്നെയുള്ളൂ. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആരാ? അവരുടെ തമ്പുരാക്കന്മാരല്ലേ. അവരുടെ വീടൊക്കെ എവിടെയാ ഇപ്പോൾ? അതിപ്പോൾ ചെറുപ്പളശ്ശേരിയാ. ഇപ്പം ചെറുപ്പളശ്ശേരിയിലാണ് താമസിക്കുന്നത്. അവിടെ താമസം. ഞാൻ ഇവിടെ നോക്കിയാൽ കാണുന്നിടത്ത് എൻ്റെ വീടുണ്ടായിരുന്നേ. അതെ അല്ലേ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് തെക്കോട്ട് കയറും. 12 കൊല്ലമായിട്ട് ഇവിടെ ചെയ്താണ്ട്. 12 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ ദൈവമാനയുടെ എൻട്രൻസ് ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. അന്യവാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ല, പ്രവേശനം പാസ് മൂലമല്ലാണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് വരുന്നവർ കുളത്തിൽ ഇറങ്ങരുത്, ചുമരിൽ വരയ്ക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്താൽ പിഴ ഈടാക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മന കാണാനായിട്ടുള്ള സമയം ഇവർ പറഞ്ഞിരിക്കുന്ന സമയം 1/2 മണിക്കൂറാണ്. അനുവാദം കൂടാതെ ക്യാമറ ഉപയോഗിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുൾ CCTV ആണ്. അനുവാദം കൂടാതെ ക്യാമറ ഉപയോഗിക്കരുത്. ആഹാ, എത്ര ചേട്ടാ 2 പേർക്ക് വരുന്നത്? 60 രൂപ കേട്ടോ ടിക്കറ്റ് വരുന്നത്. ഒരാൾക്ക് 30 രൂപ. അപ്പോൾ വരിക്കാശ്ശേരി മനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത പഴയ കാലത്ത്. ആറാം തമ്പുരാനൊക്കെ കൂടെയല്ലേ ഷൂട്ട് ചെയ്തത്? ആറാം തമ്പുരാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതേപോലെ തന്നെ പഴയ കാലത്ത് ജന്മികളായിരുന്നു കേട്ടോ അവർ. അപ്പോൾ ഈ ഏരിയയിലെ മൊത്തം സ്ഥലങ്ങൾ ഇവരുടെ പേരിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലേ, ഈ ഏരിയയിലെ മൊത്തം സ്ഥലങ്ങൾ ഇവരുടെ പേരിലായിരുന്നു അല്ലേ? ഇപ്പം ഇത് ദേവസ്വത്തിൻ്റെ ആണോ? ഇപ്പം ദേവസ്വമാണോ നടത്തുന്നത്? അല്ല, പ്രൈവറ്റ് ട്രസ്റ്റ് തന്നെയാണല്ലോ. തലമുറക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ, അവർ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരെ തലമുറക്കാരാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് നോക്കാം കേട്ടോ. ഇവിടെ എന്തോ ഒരു കോളിഫ്ലവറൊക്കെ നട്ടിട്ടുണ്ട് മനയുടെ ഫ്രണ്ടിൽ തന്നെ. ഇത് കണ്ട പഴയ ആ ഒരു നിർമ്മിതി. ഇനി നമുക്ക് ഉള്ളിൽ കയറി കാണാം കേട്ടോ. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം ഇന്ന് കൂടുതലും മുസ്ലിംസാണ്. ഇവിടെ കാണാനായിട്ടുള്ള കൂടുതലും മുസ്ലിംസാണ്. ഇന്ന് അവരുടെ പെരുന്നാൾ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് അവരാണ് ഇന്ന് കൂടുതലും വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം ഇനി നമുക്ക്. ഇതൊക്കെ മുഴുവൻ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ റൂമൊക്കെ അടച്ചിട്ടിരിക്കുന്നത്, എന്ത് സംഭവം എന്ന് അറിയത്തില്ല. ഇത് കണ്ടോ പഴയൊരു നിർമ്മിതിയാണ് ഇതൊക്കെ. അതേപോലെ തന്നെ ജനലും എല്ലാം ആ പഴയൊരു സെറ്റപ്പാണ്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു റൂമുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. മുകളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന സ്ഥലമാണ്. ഓക്കെ, കോണിപ്പൊടി ഉണ്ടോ ഇവിടെ? ഇപ്പോൾ നല്ല ഒരു പെയിൻറ്റിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഫുള്ളും മരമാണ് ഇതെല്ലാം കേട്ടോ. അത് നമ്മളിത് ഇവിടെ കയറിയപ്പോൾ ഇവിടെയും വീണ്ടും ലോക്ക് ചെയ്തിട്ടിരിക്കുക. മുകളിലേക്ക് കയറി പോകാൻ പറ്റില്ല. ഇത് 3ാമത്തെ നിലയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്താ ലോക്കാണ്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു റൂമുണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുക നോക്കാം കേട്ടോ. പുറം ഭാഗമൊക്കെ കാണാം. ഇതൊരു ചെറിയൊരു റൂമാണ്. ഫുള്ള് മരമാണ്. വേണ്ട,
പഴയൊരു കിണറൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നത്തെ ദിവസം നല്ല തിരക്കാട്ടോ. വേണ്ട, നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ. അത് 6 നമ്പറും ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതുപോലെ ഇത് കണ്ടോ, കുറേ റൂമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. പിന്നെ ഇവിടെ ജനലൊക്കെ വലിയ ജനലാണ്. ഇതൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ പഴയൊരു ടൈലാന്ന് തോന്നുന്നു. മുകൾ ഭാഗമൊക്കെ കണ്ടോ, മരമൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ പഴയ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. എനിക്ക് അന്നത്തെ കാലത്തെ ഒരു ടോയ്ലറ്റായി കാണുന്നത്. ടോയ്ലറ്റിൻ്റെ മുകളിലൊരു ഓട്ടയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ദ്രവിച്ചു പോയിട്ടോ. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഒരു ജനലൊക്കെ ഉണ്ടല്ലോ. ഇതെന്തിനാ? ഇത് ടോയ്ലറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇത്രയും വലിയ മനയ്ക്ക് ഒറ്റ ടോയ്ലറ്റാ? അതെന്താ അങ്ങനെ? ഇത് കണ്ടോ, ഇതാ അന്ന് കാലത്ത് ഒരു ഇറങ്ങിപ്പോകുന്ന കോണിപ്പടിയാണ് ഈ കാണുന്നത്. നമുക്കിനി ഇതിൽ കൂടെ ഇറങ്ങിപ്പോവാം. ഇതൊക്കെ ശരിക്കും ആ ഒരു പഴയ നിർമ്മിതി തന്നെയാണ് കേട്ടോ. ഇരുമ്പല്ലത് മരമാണോ? അത് മരമാണല്ലേ? ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണേ. നോക്കി ഇറങ്ങേണ്ട സ്ഥലമാട്ടോ അതൊക്കെ. കോണിപ്പടി കണ്ടോ, നേരെ അടിയിലേക്ക് റൂമുകളൊക്കെ ഉണ്ട്. ഇത് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ആ പലകയൊക്കെ കണ്ടാവും. വാതിൽ ഇതൊക്കെ ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നു. പഴയ ഒരു നിർമ്മിതി. നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഇവിടെ റൂമൊക്കെ ഉണ്ടേ. ഇത് ഓപ്പണാണ്. ബട്ട് എന്താ പറയുക, വെട്ടമൊന്നുമില്ല കേട്ടോ. ഇവിടെയും കുറേ റൂമുകളുണ്ട്. ചിലതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട. പിന്നെ ഇവിടെ നമുക്ക് ഇത് പഴയ ഒരു അടുക്കളയാണോ ബാത്ത് ടബാണോ എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇത് ആനയുടെയൊക്കെ ഒരു ഇത് ജസ്റ്റ് വെച്ചിരിക്കുന്നതാണ്. വേറെ ഇവിടെ നിന്ന് പറഞ്ഞു പോയത് അവർ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അല്ലാണ്ട് ഇവിടെ പണ്ട് തൊട്ടേ ഉള്ളതല്ല കേട്ടോ. അത് ഇവിടുന്ന് പോയ പീസാന്ന് തോന്നുന്നു ഈ കാണുന്നത്. അതായത് ഈ ഗ്യാപ്പിൽ നിന്ന് പോയ പീസാന്ന് തോന്നുന്നത്. ഇതിപ്പോൾ ഈ മനയുടെ വേറൊരു ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ആണ് ഈ കാണുന്നത്. കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. ഇതേപോലെ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ടാങ്ക്, അതൊക്കെ ഈ അടുത്ത് സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഗ്യാപ്പിൽ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി നോക്കണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് വരിക്കശ്ശേരി മന. ഇനി അപ്പുറത്തേക്കും കൂടി ഒന്ന് കാണണം. അതും കൂടി കാണാം നമുക്ക്. 6 തമ്പുരാൻ അങ്ങനെ കുറേ പടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. അതുകൂടി നമുക്ക് കാണാം. ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു സെറ്റപ്പില്ലേ സെൻറ്ററിൽ, അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇത് എന്താണ്, ഇവിടെ ഒരു ഈ മതിലൊക്കെ അന്നത്തെ ആ ഒരു എത്രയോ കാലം പഴക്കമുള്ള സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ വരിക്കശ്ശേരി മന കാണണമെന്ന് ആഗ്രഹമുള്ളവർ എന്താ പറയുക, ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കാണണമെന്നില്ല. ഇത് പണ്ടത്തെ ആ ഒരു പത്തായപ്പുരയാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അന്ന് കാലത്ത് അവർ യൂസ് ചെയ്ത ഒരു പത്തായപ്പുരയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പണിക്കാരാണെന്നാണ് ഒരു വിശ്വാസം. അവിടെ വലിയൊരു കറുത്ത പട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ പണിക്കാരാ മാനേജറല്ലേ? ഇത് പത്തായപ്പുരയായിരുന്നില്ലേ പണ്ടത്തെ? ഇത് കണ്ട, കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഇനി നമുക്ക് മനയുടെ മുകളിലേക്കൊന്ന് കയറണം കേട്ടോ. അപ്പുറത്ത് ഇന്ന് ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ശരിക്കും ഇതാണ് കേട്ടോ മന. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാവേ. ഇവിടെയാണ് മറ്റേ 6 തമ്പുരാൻ മോഹൻലാലിരിക്കുന്നത്, ലാലേട്ടിരിക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഇല്ലേ, അതിവിടെയാണ്. ഇത് കണ്ട, കുറേ പേര് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടേ. ഇത് നോക്കിയേ, ഇതായിരുന്നു നിർമ്മിതി. പഴയൊരു വർക്കൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആ പഴയൊരു കെട്ടിടമാണ്. ഇവിടെ ഒരു ജനലൊക്കെ ഉണ്ട്. ഇതൊരു വെറൈറ്റി സാധനം കേട്ടോ. ഇതൊന്നും വേറെ എവിടെയും കിട്ടാത്തൊരു
വേറെ എവിടെയും കാണാത്ത ടൈപ്പ് ഒരു സാധനമാണ്. ഇത് നോക്കി, ഇത് പ്രാണികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആ രീതിയിൽ പണിതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, അടിയത്തെ 2 എണ്ണം അങ്ങനെയായിരിക്കും. പിന്നെ മുകളിലേക്ക് സാധാ പോലെ. എന്നിട്ട് ഇത് നമുക്ക് അടയ്ക്കാം കേട്ടോ. ഇത് കണ്ടോ, അടയ്ക്കാം, അടയ്ക്കുക, തുറക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് ലോക്ക്. അതൊന്ന് ഊരിയെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. കയറ് വെച്ച് കെട്ടിയിട്ടിരിക്കുക. ഇവിടുത്തെ പെയിൻറ്റിങ്, ഇത് പണ്ട് കാലത്തെ പെയിൻറ്റിങ് ആണെന്ന് തോന്നണം കേട്ടോ. എനിക്ക് ഇതൊക്കെ നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് ഇവിടെ കാണി അടിച്ച് വെച്ചിരിക്കുകയാണ്. വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച് തുറക്കാവുന്നതാണ്. ഒരു വാതിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നോക്കി, ഇതിൻ്റെ കിണറൊക്കെ ഇവിടെ നിന്നും പരീക്ഷിക്കണമല്ലോ, പരിശോധിക്കണമല്ലോ. ഇത് അടുത്ത റൂമാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതിനേക്കാളും കുറച്ചും കൂടി വലിയ വാതിലുകളാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ കണ്ടോ. അതേപോലെ തന്നെ ഇത് ഇത്തിരി വലിയൊരു കട്ടയാണ്. അത് എടുത്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ. ഇതിനും കൂടി വലിയൊരു നടുക്കളം, വലിയ റൂമാണ്. ഇത് കണ്ടോ, നേരത്തെ ഞാൻ ഇതാണ് ഓപ്പൺ ചെയ്യാൻ നോക്കിയത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇതാണ് കാണുന്നത്, ചെറിയൊരു ഷെൽഫ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു റൂമുണ്ട് കേട്ടോ. ഇവിടെയാണ് എന്താ പറയുക, അവർ പണ്ട് ഈ നടുക്കള അല്ലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്ന സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. മേ ബി ഇതായിരിക്കാം. ഇവിടെ കുറച്ച് എന്താ പറയുക, ജനലുകളൊക്കെ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മേളിലൊരു തട്ടൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് മേളിൽ വയ്ക്കാനാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ മേളിൽ വയ്ക്കാനായിട്ടുള്ളൊരു തട്ടാണിത്. വെട്ടം കുറവാണ്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചു തരായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ മേളിലേക്കൊരു കോണി കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം നോക്കാം കേട്ടോ. ഇത് 10 പേരാണ്. ഓക്കെ, ഇത് കണ്ട്, ഇത് അന്ന് കാലത്തെ കിച്ചണാണ് ഈ കാണുന്നത്. അടുപ്പൊക്കെ കണ്ടോ, വലിയ അടുപ്പ് വേണ്ട. ഇത് ഇനി ഒരു 100 വർഷം കൂടി ഓടുമെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, നേരെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കാണാം. പിന്നെ ഇവിടെ 2 ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കിണറുണ്ട്. കിണർ നമുക്കത് എന്താ പറയുക, എടുക്കാൻ പറ്റില്ല. ഇവിടെ അടിയാണ് കിണറെടുക്കാനായിട്ട്, ഫോട്ടോ എടുക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കിണറിൻ്റെ ഭാഗം കിട്ടിയില്ല. ഇതുകൊണ്ടോ, ഇതാണ് കിണർ വരുന്നത്. പിന്നെ ഇവിടുത്തെ വെള്ളം പാസ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സിസ്റ്റമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതകത്തുനിന്ന് വെള്ളം പാസ് ചെയ്ത് പോകാനുള്ളൊരു സിസ്റ്റം. ഇതെന്ത് സംഭവം എന്നറിയില്ല, ലോക്കാണ്, ഇതിൽ കാണാമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ജനലൊക്കെ ഉണ്ട്. ഇത് തിരണോ. ഇവിടെ ഞാൻ പഴയ കാലത്തെ കിണർ കാണിച്ചു തരാം കേട്ടോ. കിണറില്ല, ആ കിണർ ഇതൊക്കെ എന്നിട്ട് കറക്കിയിട്ടാണ്. വേണ്ട, ഇതാണ് കിണർ വരുന്നത്. അത്ര വലിയ ആഴമൊന്നുമില്ല. വേണ്ട, എന്ത് പകിടിയാ, 2 കട്ടയുണ്ടല്ലോ അതിൻ്റെ അകത്ത്. കിണറിലേക്കുള്ള വഴിയും പിന്നെ ഇവിടെ വലിയൊരു ആട്ടുകല്ലൊക്കെ ഉണ്ട്. ഇത് അവരുടെ ഒരു പഴയ ഒരു സിങ്ക്. പിന്നെ ഇതേ 2 സൈഡ് ഉണ്ട് കേട്ടോ. അപ്പുറ സൈഡിൽ നിന്ന് വെള്ളം കോരണേ അപ്പുറ സൈഡിൽ നിന്ന് കോരാം. അതേപോലെ തന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് നമുക്ക് വെള്ളം കോരാം കേട്ടോ. ഇത് കണ്ട, ഇത് കണ്ട, ഇതാണ് അതിൻ്റെ നടുക്കളം വരുന്നത്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നേ. ഈ തൂണൊക്കെ കണ്ടോ, പഴയ ഒരു. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം. അവിടെ എന്തോ സംഭവമൊക്കെ ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇതാണ് തുളസിക്കാവ്. തുളസിയല്ല ശരിക്കും, അവിടെ വേറെ ഏതോ ചെടിയും കണ്ട, റോസിയാന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രേതം പടം ഷൂട്ട് ചെയ്ത ഒരു കുളം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പ്രേതം പടം ഷൂട്ട് ചെയ്ത സ്ഥലം വരുന്നത് കേട്ടോ. ഇതാ കുളം. പിന്നെ ഇവിടെ ഷർട്ട് പാൻറ്
ഈ വെനിയൻ ചെരുപ്പ് എന്നിവ ധരിച്ച് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ അമ്പലം വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. പഴയ അമ്പലം ഇതാണ്. ആ കുളം, ആ പഴയ ഒരു ഇതൊക്കെ അതേപോലെ തന്നെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നിർമ്മിതിയൊക്കെ വലിയൊരു കുളമാണ്. ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഇറങ്ങി കാണിക്കുമായിരുന്നു. കുളിക്കാൻ പാടില്ല എന്നാണ് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ഒരു നീലപ്പൊന്മാൻ. ഇത് കുളത്തിനോട് ചേർന്നിട്ടുള്ള എന്തൊരു സംഭവമാണ്. ഒരു ചെറിയൊരു കെട്ടിടമാണ്. അത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ ഈ മരങ്ങളൊക്കെ കണ്ടോ, എത്രയോ വർഷങ്ങളുടെ കഥ പറയാനുള്ള മരങ്ങളാണിതൊക്കെ. എനിക്ക് എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളതൊക്കെ. പിന്നെ ഇവിടെ വേറൊരു ഷെഡ് കണ്ടു. ഇതും എന്താണെന്നറിയില്ല. ചരിത്രമൊക്കെ പഠിച്ചിട്ട് വരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ശരിക്കും ഒന്നും അറിയാണ്ട് വന്നിട്ട് ഒരു കഥയില്ല. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനയുടെ ഒരു സൈഡ് വ്യൂ ആണ് വരുന്നത്. നോക്കി ആ ജനലൊക്കെ കണ്ട അതേപോലെ തന്നെ ഇവിടെ ഒരു കുളം കാണാവേ, അല്ല കിണർ കാണാവേ. ഇതിന് നേരത്തേക്കാളും നല്ല ആഴമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കുളത്തേക്കാളും ആഴമുണ്ട് ഇതിന്. മതിലൊക്കെ നൈസായിട്ട് ഇത്രയൊക്കെ കെട്ടിയിട്ടേ ഉള്ളൂ. തട്ടി വീഴുമെന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണേ. ഇത് എവിടെ നിന്ന് ഈ വെള്ളമൊക്കെ കോരുന്നത് ഇതിൻ്റെ ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റിയെങ്കിൽ നിൽക്കാം. അപ്പോൾ നമ്മളിത് മന ക്ലോസ് ചെയ്ത് പോവാണേ. മനയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കേസ് നമ്മൾ മനയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായൊരു കാഴ്ച വരുന്നു. ഫുൾ ടൈം കാവലായിട്ട് ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. വരിക്കാശ്ശേരി മന കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഐസ്ക്രീം, പിള്ളേരൊക്കെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, വണ്ടിയിൽ കയറിപ്പോയി മടിയായി. അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിക്കായിരുന്നു. അപ്പോൾ വരിക്കാശ്ശേരി മനയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. മാക്സിമം ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഞങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.